പ്രതീക്ഷയോടെ കാത്തിരുന്ന ബൈപ്പാസ് നിർമ്മാണം പ്രതിസന്ധിയിൽ. പെരുമ്പാവൂരുകാരുടെ ചിരകാല സ്വപ്നമായ ബൈപ്പാസ് നിർമ്മാണം പ്രതിസന്ധിയിലായി. ബൈപ്പാസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സാങ്കേതിക കാര്യങ്ങൾ മൂലം നിർത്തിവെക്കേണ്ടി വരികയാണെന്ന വിവരം കരാറുകാരൻ MLA അറിയിച്ചതിനെ തുടർന്ന് MLA തിരുവനന്തപുരത്ത് കിഫ്ബി ആസ്ഥാനത്ത് മാർച്ച് 6-ാം തീയതി മുതൽ സത്യാഗ്രഹം അനുഷ്ഠിക്കുമെന്ന് രേഖാമൂലം കിഫ്ബി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ KA എബ്രഹാം IAS അറിയിച്ചു. ബൈപ്പാസ് പദ്ധതി ഉടൻ പുനരാരംഭിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും MLA പറഞ്ഞു. പെരുമ്പാവൂർ ബൈപ്പാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിന് 2-3 പ്രതിസന്ധികളുണ്ടായി. ഒന്ന്, നാഷണൽ ഹൈവേ പൊളിഞ്ഞു പോയപ്പോൾ ആ പൊളിഞ്ഞു പോയ ഡിസൈനിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ ഡിസൈൻ മാറ്റേണ്ടി വന്നു. ഡിസൈൻ മാറ്റി കഴിഞ്ഞപ്പോൾ ഏകദേശം 5 കോടി രൂപയോളം എക്സ്ട്രാ പണം ആവശ്യമുണ്ട്. അതിന് റിവിഷൻ നടത്തേണ്ടതും പണം നൽകേണ്ടത് ഗവൺമെൻറ്റാണ്. അപ്പോൾ ആ സമയത്ത് കുറച്ച് സമയം അതിനു വേണ്ടി മാത്രം കുറച്ച് ടൈം എടുത്തു. അത് കഴിഞ്ഞ് അത് റെഡിയായിട്ട് വന്നപ്പോഴേക്കും പാറമടകൾ നിലച്ചു പോവുകയും കല്ല് കിട്ടാനല്ലാത്ത സാഹചര്യം ഉണ്ടായി. അങ്ങനെ പാറ പൊട്ടിച്ച് ക്ലിയർ ചെയ്ത് വന്നപ്പോൾ അടുത്തൊരു പ്രശ്നം. ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന ഈ അഡീഷണൽ 5 കോടി രൂപയുടെ എസ്റ്റിമേറ്റിൽ മണ്ണിന് ഇവർ ടെൻഡർ ചെയ്തിരിക്കുന്ന വില 900 രൂപയാണ്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ടെക്നിക്കൽ സാങ്ഷൻ കൊടുക്കുന്ന കമ്മിറ്റി പറയുന്നത് 400 വീതമേ നൽകാൻ കഴിയുമെന്നാണ് അഡീഷണൽ വരുന്ന ഫണ്ടിന്. ആദ്യം തരുന്ന മണ്ണിന് ഇപ്പോൾ ആവശ്യമായ മണ്ണിന് 900 രൂപ വെച്ചാണ് തരുന്നതെങ്കിൽ ഇനി വരുന്നതിന് 400 വെച്ച് തരാൻ കഴിയൂ എന്ന് പറഞ്ഞപ്പോൾ കോൺട്രാക്ടർ അത്രയും വലിയ ഭാരം ഏറ്റെടുക്കാൻ കഴിയില്ല എന്നും അങ്ങനെ വന്നാൽ ബൈപ്പാസ് നിർമ്മിക്കാൻ കഴിയില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വിവരം ഞാൻ നേരെ പോയി ഈ 24-ാം തീയതി ഫെബ്രുവരി 24-ാം തീയതി CEO അബ്രഹാം IAS കാണുകയും ഈ കാര്യം പറയുകയുണ്ടായി. അദ്ദേഹം അത് ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടെക്നിക്കൽ സാങ്ഷൻ കൊടുക്കുന്നത് വേറെ കമ്മിറ്റിയാണ്. കിഫ്ബി ഓൾറെഡി ആ തുക കൊടുക്കണമെന്നും അല്ലെങ്കിൽ നിർമ്മാണം നടക്കില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ടെക്നിക്കൽ സാങ്ഷൻ കൊടുക്കുന്ന കമ്മിറ്റി അതിന് 400 കൂടുതൽ കൊടുക്കില്ല എന്ന് പറയുകയാണ്. അപ്പോൾ മനഃപൂർവ്വം ഒരു പദ്ധതിയെ ഇല്ലാതാക്കാനുള്ള ശ്രമം ഈ TS കമ്മിറ്റി ചെയ്യുന്നുണ്ടോ എന്ന് സംശയം എനിക്കുണ്ട്. കാരണം ഈ വർക്ക് നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും റീടെൻഡർ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഉള്ള തുകകൾ ഒരുപാട് പണം കൂട്ടി പുതിയ റേറ്റിൽ ചെയ്യേണ്ടി വരുന്ന സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കിഫ്ബിക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അതിന് സാങ്ഷൻ നൽകിയില്ലെങ്കിൽ കിഫ്ബിയുടെ മുന്നിൽ അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിക്കുമെന്ന് ഞാൻ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട മറ്റ് മറുപടികളൊന്നും ലഭ്യമായിട്ടില്ല. ഏതായാലും ഇപ്പോൾ നിർമ്മാണം നടക്കുന്നുണ്ടെങ്കിലും അത് പെട്ടെന്ന് പുരോഗമിക്കണമെങ്കിൽ ഇനിയും കൂടുതൽ മണ്ണ് കൊണ്ട് അടിക്കേണ്ടി വരും. മണ്ണിൻ്റെ റേറ്റിൽ ഗവൺമെൻറ് അടിയന്തരമായി തീരുമാനം എടുക്കേണ്ടത് ആവശ്യമാണ്. എന്തായാലും ചിരകാലാഭിലാഷമായ ബൈപ്പാസ് നിർമ്മാണ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെ സന്തോഷകരമാണ്. അത് 1-2 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ പറ്റുന്ന സാഹചര്യമാണുള്ളത്. പക്ഷേ ഗവൺമെൻറ്റിൽ നിന്നും അനുകൂലമായി ഈ മണ്ണിൻ്റെ റേറ്റുമായി ബന്ധപ്പെട്ട ഒരു അനുമതി ലഭ്യമാകേണ്ടത് ആവശ്യമാണ്. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.